നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങൾ. കോടതി കേസ് പരിഗണിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ബംഗളൂരുവിൽ നിന്നുള്ള ഒരു പരാതി KPCCക്കാണ് ഈ പരാതി ലഭിക്കുന്നത്. എന്നാൽ പരാതിയിൽ ഊരും പേരുമില്ല. ആരുടേതാണ് പരാതിയെന്ന് വ്യക്തമല്ല. പരാതിയിൽ പല കാര്യങ്ങളിലും അവ്യക്തതകൾ തുടരുന്നു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഈ അജ്ഞാത പരാതിയിലാണ് FIR. KPCCക്ക് ലഭിച്ച പരാതി നൽകിയ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഇതൊക്കെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കോടതിയെപ്പോലും ആശയക്കുഴപ്പത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് എന്നൊരു കൂട്ടർ വാദിക്കുന്നു. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ യുവതിയെ കണ്ടിരുന്നുവെന്നാണ് ഇപ്പോൾ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് യുവതി നിയമ നടപടികൾക്കൊരുക്കമല്ലായിരുന്നു. പരാതിക്കാരിയുടെ സുഹൃത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കങ്ങൾ. എറണാകുളം സ്വദേശിയാണ് ഈ സുഹൃത്ത്. ഈ സുഹൃത്തു മുഖേനയാണ് KPCCക്ക് പരാതി നൽകിയത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. പരാതിക്കാരി തൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അത് രാഹുലിന് കുരുക്കുമുറുകും. എന്നാൽ സുഹൃത്തിനെ എത്രമാത്രം പോലീസിന് വിശ്വസിക്കാൻ കഴിയും എന്നിടത്താണ് ഈ കേസിൻ്റെ യാഥാർത്ഥ്യം. ഇന്നലെ പ്രോസിക്യൂഷനോട് ചില സുപ്രധാന രേഖകൾ കോടതി ആരാഞ്ഞിരുന്നു. ഒരുപക്ഷെ രണ്ടാം FIRൻ്റെ വിശദാംശങ്ങളാവും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത് എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം. പ്രോസിക്യൂഷൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കോടതിക്ക് എത്തിച്ചു കൊടുത്തു. രാഹുൽ സ്ത്രീകളെ സ്ഥിരമായി ഉപദ്രവം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിച്ചിരുന്നു പ്രോസിക്യൂഷൻ. KPCCക്ക് കൈമാറിയ ഇമെയിൽ പരാതിയിൽ ബലാത്സംഗം എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നാണ് ഇമെയിൽ അയച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കൊച്ചിയിലെ ചില മാധ്യമപ്രവർത്തകർക്ക് പരാതിക്കാരിയുമായി അടുപ്പമുണ്ട് എന്ന സൂചനകൾ പോലീസിന് ലഭിച്ചു. ഇതിനെ തുടർന്ന് ചില മാധ്യമപ്രവർത്തകരുമായി ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെട്ടു. ഏതുവിധേനയും പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഇമെയിലിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ജാമ്യാപേക്ഷ തന്നെ. ഊരും പേരുമില്ലാത്ത ഒരു പരാതി KPCCക്ക് ലഭിക്കുന്നു. തുടർന്ന് KPCC അത് പോലീസ് മേധാവിക്ക് കൈമാറുന്നു. ഇതോടെയാണ് രണ്ടാം FIR എന്ന കുരുക്കുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഴുത്തിൽ വീഴുന്നത്. 8 ദിവസങ്ങളായി ഒളിവിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ എവിടെയെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് നിശ്ചയമില്ല. രാഹുലിൻ്റെ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി പോലീസ് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്നു. കെമ്പഗൌഡയിലെ ഒരു ഹോട്ടലിൽ രാഹുലുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്വേഷണ സംഘം ഹോട്ടൽ വളഞ്ഞു. എന്നാൽ പ്രാദേശികരായ കന്നഡക്കാരെ ഉപയോഗപ്പെടുത്തി രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഉൾനാടുകളിലേക്ക് വലിഞ്ഞുവെന്നും പിന്നീട് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. പലവിധ കാറുകൾ ചേഞ്ച് ചെയ്താണ് രാഹുലിൻ്റെ ഈ നീക്കങ്ങൾ. എന്നാൽ രാഹുൽ ഇന്ന് വയനാട്ടിലെത്തി കോടതിയിൽ കീഴടങ്ങും എന്ന സൂചനകൾ ചിലർ പുറത്തുവിടുന്നു. രാഹുൽ വയനാട് കോടതിയിൽ കീഴടങ്ങും എന്ന ധാരണയിൽ കർണാടക വയനാട് അതിർത്തിയിൽ ഇപ്പോൾ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നു. രാഹുൽ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ സഹായിച്ച വ്യക്തികളെ കണ്ടെത്തിയെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. എന്നാൽ സുപ്രധാനമായ ഒരു കണ്ടെത്തലിൽ ഞെട്ടിത്തകർന്ന് നിൽക്കുകയാണ് കേരള പോലീസ്. പോലീസിൻ്റെ ഓരോ നീക്കവും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് തങ്ങളിൽ ഒരാൾ ചോർത്തിക്കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പോലീസ് സംഘം തിരിച്ചറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഊരും പേരുമില്ലാത്ത ആരോപണങ്ങളുടെ പർവ്വതമാണ്. എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കൃത്യമായ പരാതിയുമായി ഒരു ഇര മാത്രമാണ് രംഗത്തെത്തിയത്. രണ്ടാമതൊരു യുവതിയുടെ പരാതിയാവട്ടെ KPCCക്ക് ലഭിക്കുകയും അത് DGPക്ക് കൈമാറുകയും ചെയ്തു. കോൺഗ്രസിലെ ഒരു ഉന്നത വനിതാ നേതാവ് ഇന്നലെ പരസ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. ഷാഫി പറമ്പിലിനെതിരെയും ഷഹനാസ് എന്ന കോൺഗ്രസ് വനിതാ നേതാവ് ആരോപണങ്ങൾ ഉയർത്തി. ആദ്യ കേസിലെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ അപ്രതീക്ഷിത നീക്കങ്ങളായിരുന്നു പ്രോസിക്യൂഷനും പോലീസുമൊക്കെ നടത്തിയത്. ബലാത്സംഗം എന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തി രണ്ടാമത്തെ FIR കൂടി. ആദ്യ ജാമ്യാപേക്ഷയിൽ ജാമ്യം ലഭിച്ചാലും രാഹുലിന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാണ് ഇതുവഴി പോലീസ് കണക്കുകൂട്ടുന്നത്. ഇന്നലെ 1.5 മണിക്കൂർ അടച്ചിട്ട കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. യുവതിയുടെ പരാതി പൂർണ്ണമായും വ്യാജമെന്നായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്.
CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഈ പരാതി. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ബലാത്സംഗത്തിനും ഭ്രൂണഹത്യയ്ക്കും നിർബന്ധിച്ചതിന് തെളിവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയെ ധരിപ്പിച്ചു. പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന വാദത്തിൽ ഊന്നിയാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇന്നലെ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലാണ് വാദം നടന്നത്. ചില രേഖകൾ കൂടി സമർപ്പിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറോട് കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രോസിക്യൂട്ടർ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് അതിശക്തമായ പരിശോധനകൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ തുടങ്ങി. കർണാടകയിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മാധ്യമപ്രവർത്തകർ കൽപ്പറ്റ കോടതി പരിസരത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. പോലീസ് സംഘവും കോടതി പരിസരത്ത് നിലയുറപ്പിച്ചു. കൽപ്പറ്റ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമെന്ന അഭ്യൂഹമാണ് പ്രചരിച്ചത്. എന്നാൽ ഇത് ബോധപൂർവം പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനാണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. രാഹുൽ വയനാട്ടിൽ തന്നെ ഒളിവിൽ കഴിയുന്നുവെന്ന സംശയം പോലീസ് സംഘത്തിനുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ മുത്തങ്ങ ഉൾപ്പെടെയുള്ള വയനാട് കർണാടക അതിർത്തി പ്രദേശങ്ങളിലും ബത്തേരിയിലും പോലീസ് വാഹന പരിശോധനകൾ കർശനമാക്കി. കൂടുതൽ പോലീസിനെ ബത്തേരി കേന്ദ്രീകരിച്ചെത്തിച്ചു. കർണാടക കേരള അതിർത്തിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തെന്നും വയനാട് വഴി കൊണ്ടുവരുമെന്നും ഇതിനിടയിൽ അഭ്യൂഹങ്ങൾ പരന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ ഒരു 23-കാരി കൂടി പരാതി നൽകിയത്. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയാണ് പരാതിക്ക് പിന്നിൽ. എന്നാൽ യുവതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ യുവതിയിൽ നിന്ന് നേരിട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴിയെടുക്കണം. രാഹുലിനെ കുരുക്കാൻ ആരെങ്കിലും ബോധപൂർവം ഒരു വ്യാജ പരാതി നിർമ്മിച്ചതാണോ എന്ന സംശയം പൊതുമണ്ഡലത്തിലുണ്ട്. തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഫെന്നി നൈനാൻ എന്ന സുഹൃത്തിനൊപ്പം നഗരത്തിൽ നിന്ന് ദൂരെ ഒരു ഹോം സ്റ്റേയിലെത്തിച്ച് അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. രാഹുലിനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ മുഴുവൻ വിവരങ്ങളും മാധ്യമങ്ങൾക്കുൾപ്പെടെ ചോരുന്നതിൽ അതൃപ്തനാണ് ADGP. ഇനിയുള്ള പോലീസ് നീക്കങ്ങൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന് ADGP നിർദ്ദേശം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് കോടതി വിധി മാത്രമല്ല, കോടതി വിധിക്കപ്പുറം കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെയാണ് മുഖ്യ പ്രശ്നം. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന വാദം ഇപ്പോൾ ശക്തിപ്പെടുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചർച്ചകൾ നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, K മുരളീധരൻ, MM ഹസൻ എന്നിവരോടൊക്കെ അഭിപ്രായം തേടി. രാഹുലിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന അഭിപ്രായ പ്രകടനമാണ് നേതാക്കൾ നടത്തിയത്. ഇതനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് KC കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ സണ്ണി ജോസഫും നേതാക്കളുമായി കൂടിയാലോചന നടത്തി. രാഹുൽ ചെയ്തതിന്റെ പാപഭാരം എന്തിനാണ് പാർട്ടി പേറുന്നത് എന്നായിരുന്നു നേതാക്കളുടെ ചോദ്യം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ പാർട്ടി ചോദ്യങ്ങൾ നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയും വിലയിരുത്തി. ഒളിവിൽ കഴിയുന്ന രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു ഇന്നത്തെ ദിവസം. മറുവശത്ത് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ കൈവിടും എന്ന സൂചനകൾ ശക്തമാകുന്നു. രാഹുലിനെതിരെയുള്ള പരാതിക്കൂട്ടം അതിൻ്റെ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞാടുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ പീഡന പർവ്വം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.